ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,133 20 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 44,632 14 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 29,448 14 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. നിങ്ങൾ മറന്നു പോകും, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ വന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ. യെസ്, എൻ്റെ ഇന്ന് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,113 ആൻഡ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് 13,215, മോർ ദാൻ 100+ പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പണിംഗ് നടത്തിയിട്ടുള്ളത്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം ഏതൊരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് പിടുത്തം വിട്ട് പോയ പോലെയാണ് നിഫ്റ്റി അടിയിലേക്ക് വന്നത്. എന്താ ചെയ്യുക, ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,216. അതായത് ഒരു പോയിൻ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരു പോയിൻ്റാണ് ഹൈക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല. ആൻഡ് ഡേ ലോ 13,107 ആൻഡ് 20 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,133 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ, ബിക്കോസ് ക്ലോസിംഗ് വാസ് ലോവർ ദൻ ഓപ്പണിംഗ് ടേക്ക്. ഫ്രണ്ട്സ്, നാളത്തെ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോൺ അത് 13,000 തന്നെയാണ്. അവിടെ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ അക്യുമുലേറ്റഡ്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് ആ ഒരു പ്രഭാവം. മീൻസ് മെയിൻ സപ്പോർട്ട് സോൺ അത് തന്നെയാണ്, സംശയം വേണ്ട. ഇഫ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ഒരു കീ ലെവലായിട്ട് ഫസ്റ്റ് കാണപ്പെടുക പിന്നെ 13,080 ആൻഡ് സെക്കൻഡ് ഈസ് 13,040 ആണ്. അതേസമയം ഇൻഡെക്സ് അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ കഴിയാം 13,195 ആൻഡ് സെക്കൻഡ് ഈസ് 13,240. ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 14 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത് 29,448. ആൻഡ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് അതിനെ ശരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളത് 29,280 ആൻഡ് സെക്കൻഡ് ഈസ് 29,110. അതേസമയം റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നത് 29,710 ആൻഡ് സെക്കൻഡ് ഈസ് 29,980. ദാറ്റ്സ് ഓൾ ഫോർ ബാങ്ക് നിഫ്റ്റി. ആൻഡ് നാളെ RBI പോളിസിയുടെ ഒരു ന്യൂസ് വരാനുണ്ട്. ആൻഡ് അതൊരു പോസിറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു 30,000 ക്രോസ് ഓവർ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കാം. ലെറ്റ്സ് സീ. അതേസമയം ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ബൈ 19 പോയിൻറ്റ്സ്, വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ബുൾസ്. ലെറ്റ്സ് സീ. ആൻഡ് ഓപ്ഷൻ ചെയിൻ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് 13,000 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 അതേസമയം റൈറ്റിംഗ് 13,200 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800 ആൻഡ് അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 13,000 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,100 ഫോളോഡ് ബൈ 12,900. നെക്സ്റ്റ് ഈസ് പുട്ട് ഓപ്ഷൻ ഡാറ്റ. പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞാൽ 12,000 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,000. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 12,800 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,200 ആൻഡ് അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 12,400 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 10,800 ആൻഡ് തേർഡ് ഈസ് 14,000 സ്ട്രൈക്കിലുമാണ്. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 12,800 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ സ്റ്റോക്കുകൾ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ നിങ്ങളുടെ റഡാറിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് ഹിന്ദുസ്ഥാൻ ലിവർ, ഇൻഫോസിസ്, ICICI, GI, SDFC, TCS, SDFC ലൈഫ്, HCL ടെക്, പെട്രോനെറ്റ്, LT, McDowell. ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ആണ് ഈ സ്റ്റോക്സിലെല്ലാം. അതെല്ലാം ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. സോ യു ക്യാൻ ഓൾസോ കീപ്പ് ഇറ്റ് ഇൻ യുവർ പോർട്ട്ഫോളിയോ. ആൻഡ് ഓർ അറ്റ്ലീസ്റ്റ് കീപ്പ് ഇറ്റ് ഓൺ ഇൻ യുവർ റഡാർ.
യു ക്യാൻ യൂസ് ഇറ്റ് വെൻ എവർ യു വാണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്സുകളെല്ലാം റിയലി ഹൈ ഡെലിവറി പെർസെൻറ്റേജ് ആണ്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. ഫ്രണ്ട്സ്, ഇന്ന് ലോങ് അൺവൈൻഡിങ് കാണാൻ കഴിഞ്ഞ ചില സ്റ്റോക്കുകൾ: എസ്കോർട്സ്, ക്യൂമിൻസിൻ, ചൊലാഫിൻ, അദാനി നെറ്റ്, ഹാവൽസ്, ഗോദ്രേജ് ഗ്രൂപ്പ്, ബജാജ് ഓട്ടോ, MRF, ആക്സിസ് ബാങ്ക്, എക്സെട്ര. ഓക്കെ, അതേസമയം ഷോർട്ട് ബിൽഡപ്പ് നടന്നിട്ടുള്ളത് ഗോദ്രേജ് പ്രോപ്പർട്ടി, SBI ലൈഫ്, TCS, ബോഷ് ലിമിറ്റഡ്, ACC, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, അൾട്രാ സിമെൻറ്റ്, ഇൻഫോസിസ്. അറ്റ് സെയിം ടൈം ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ച സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ LIC ഫിനാൻസ്, ONGC, ബജാജ് ഫിൻസർവ്, ഇൻഫ്രാടെൽ, HCL ടെക്, TVS മോട്ടോഴ്സ്, ഇൻഡിഗോ, ബ്രിട്ടാനിയ, അശോക് ലൈലാൻഡ്, വിപ്ര. സോ ഇതെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് നിങ്ങളൊരു അനലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ടുമാറോസ് ഈ സ്റ്റോക്കുകളുടെ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, try to learn such methods, so trading would be easy for you. And അടുത്ത സ്റ്റോക്സിലെ സം ന്യൂസസ് ആണ്, അതായത് PSU ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ന്യൂസ്, വിച്ച് ഈസ് ഫിച്ച് അഫേംഡ് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക്സ് IDR റേറ്റിംഗ് അറ്റ് BBB-, ഓക്കെ, വിത്ത് നെഗറ്റീവ് ഔട്ട്ലുക്ക് കേട്ടോ. അതേസമയം ഫിച്ച് ഓൾസോ അഫേംഡ് IDBI ബാങ്ക്സ് IDR റേറ്റിംഗ് അറ്റ് BB+ വിത്ത് നെഗറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് അതും, ബട്ട് അപ്ഗ്രേഡഡ് വയബിലിറ്റി റേറ്റിംഗ് ടു CCC+. ഓക്കെ, ആൻഡ് ഗ്രാന്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ്, കമ്പനി ഇന്ന് ദ കമ്പനി റിസീവ്ഡ് അപ്രൂവൽ ഫ്രം US FDA, അതായത് എന്തോ 2 ക്യാപ്സ്യൂൾ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, എന്തായാലും അത് US FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ കീപ് ദാറ്റ് സ്റ്റോക്ക് also in your radar. Next is FIS and DIS data. FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈ വാല്യൂ 3637 CR ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് സെൽ ഓഫ് ആണ് നടന്നിട്ടുള്ളത്, വിച്ച് ഈസ് 1439 CR. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റോക്കുകൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അപ്പോളോ ടയർ, ബൈ അബവ് 187. ഓക്കെ, ടാർഗറ്റ് ഞാൻ തരുന്നില്ല, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം ഷോർട്ട് ചെയ്യാനാണെങ്കിൽ 183ക്ക് താഴെ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. നെക്സ്റ്റ് ഈസ് എമൻഡം യു ക്യാൻ ബൈ അബവ് 751. ഓക്കെ, ടാർഗറ്റ് യു ക്യാൻ സെറ്റ്. അതേസമയം ഷോർട്ട് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ വരുന്നത് 744 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. നെക്സ്റ്റ് ഈസ് ഹിൻഡാൽകോ, ബൈ അബൌട്ട് 243, ടാർഗറ്റ് സെറ്റ് ചെയ്തോളും. ആൻഡ് ഷോർട്ട് സെല്ലിന് വെച്ചിട്ടുണ്ടെങ്കിൽ 239 ഷോർട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് LIC ഫിനാൻസ്, ബൈ അബൌട്ട് 362, ടാർഗറ്റ് യു ക്യാൻ സെറ്റ്. 352 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് SBI കാർഡ്, ബൈ അബൌട്ട് 848, ടാർഗറ്റ് യു ക്യാൻ സെറ്റ്. അതേസമയം ഷോർട്ട് സെല്ലിന് 839 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ഒബ്രോയ് റിയാലിറ്റി, ബൈ അബൌട്ട് 540, ടാർഗറ്റ് അപ് ടു യു. ഷോർട്ട് സെല്ലിന് വെച്ചിട്ടുണ്ടെങ്കിൽ 533ക്ക് താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് യെസ് ബാങ്ക്, പെട്രോനെറ്റ്, റിലയൻസ്, ബജാജ് ഫിനാൻസ്, കാഡില. യെസ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മിക്കവരും നെറ്റി ചോദിക്കുക ഇതൊരു പൊളിഞ്ഞ ബാങ്കല്ല. ആക്ച്വലി ഇത് പൊളിഞ്ഞ ബാങ്ക് തന്നെയാണ്, പക്ഷേ അവരെ ഏറ്റെടുത്തിട്ടുള്ള വമ്പന്മാരാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെയാണ് അവരെ പരിപാലിച്ച് പോരുന്നത്. ഓക്കെ, സോ ആക്ച്വലി ദേ ആർ അവരുടെ സംരക്ഷണയിലാണ്. സോ അടുത്തൊരു സ്കാമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു ഒരു സെറ്റപ്പാണ് ഇപ്പോൾ യെസ് ബാങ്കിലുള്ളത്. നിയർ അബൌട്ട് 14 or 15 rupees. ഓക്കെ, കുറച്ച് വാങ്ങിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. that's all friends, and this is all my personal views. Okay, and ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം നാളെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ അതിലെന്തായാലും ടൈറ്റായിട്ട് വാച്ച് ചെയ്തിരിക്കണം. ഓക്കെ,
ബിക്കോസ് ഓഫ് RBI പോളിസി നാളെ റിലീസ് ആവുന്നുണ്ട്. സോ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ഇപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എൻഡ് ഓഫ് ദ ഡേ നമുക്കും കിട്ടണം പൈസ. ഓക്കെ അത് നെഗറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ബൈ ഇറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ സോ വീണ്ടും പറയുന്നത് ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. എനിക്ക് തെറ്റിപ്പറ്റാൻ ഞാനൊരു മനുഷ്യനാണ്. പ്ലീസ് ഓക്കെ സോ പ്ലീസ് ജസ്റ്റ് ബ്ലൈൻഡ്ലി നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഓക്കെ നിങ്ങളുടേതായിട്ടുള്ളൊരു കാൽക്കുലേഷനൊക്കെ ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കുക. ഓക്കെ ആൻഡ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ അത് മെയിനായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ട്രാപ്പ് ആവാണ്ട് ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. And please consult a financial advisor before you enter the market or trade. And please don't forget to subscribe my channel, please. ഓക്കെ അതിനൊരു മടിയും കാണിക്കണ്ട. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തിക്കോളൂ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.